US വെനൻസുല സംഘർഷം മറ്റൊരു തലത്തിലേക്കോ? കരീബിയൻ കടലിൽ വെനൻസുലയുടെ കൂറ്റൻ എണ്ണക്കപ്പൽ അമേരിക്കൻ സൈന്യം പിടികൂടിയിരിക്കുന്നു. ബുധനാഴ്ച എണ്ണക്കപ്പൽ പിടിച്ചെടുത്തെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി വെനൻസുലയ്ക്കും പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്കുമെതിരെ US ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. ഇതിൻ്റെ തുടർച്ചയായാണ് എണ്ണക്കപ്പൽ പിടിച്ചെടുത്തത്. US ഇതുവരെ പിടിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ വെനൻസുലൻ കപ്പലാണിതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പൽ പിടിച്ചെടുത്തതിന് വ്യക്തമായ കാരണമുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. കപ്പൽ പിടിച്ചെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ US അറ്റോർണി ജനറൽ പാം ബോണ്ടി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വെനൻസുല ഉൾക്കടലിൽ US യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറന്നിരുന്നു. 40 മിനിറ്റോളമാണ് USൻ്റെ സൈനിക വിമാനങ്ങൾ ഇത്തരത്തിൽ പറന്നത്. വെനസ്വേലയിലെ ഏറ്റവും പ്രശസ്തമായ നഗരം മരാക്കായ് ബോയ്ക്ക് സമീപമായിരുന്നു USൻ്റെ ഈ സൈനിക അഭ്യാസം. പിന്നാലെയാണ് വെനൻസുലയുടെ കപ്പൽ US പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത കപ്പലിൻ്റെ ഉടമകളെക്കുറിച്ചോ കപ്പൽ എങ്ങോട്ടേക്ക് പോവുകയായിരുന്നു എന്നോ തുടങ്ങിയ വിവരങ്ങൾ US പക്ഷേ പങ്കുവച്ചിട്ടില്ല. ഗയാനയുടെ പതാക വഹിക്കുന്ന സ്കിപ്പർ എന്ന കപ്പലാണ് US പിടിച്ചെടുത്തത്. 11 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കപ്പലിലുണ്ടെന്നും ക്യൂബ ലക്ഷ്യമാക്കിയായിരുന്നു കപ്പലിൻ്റെ യാത്രയെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെനൻസുലയ്ക്കും ഇറാനും ക്രൂഡ് ഓയിൽ എത്തിച്ചിരുന്ന കപ്പലാണ് പിടിച്ചെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ കപ്പലിനെതിരെ നേരത്തെ US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. US ഉടൻ തന്നെ വെനൻസുലയെ ആക്രമിച്ചേക്കുമെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ കരീബിയൻ കടലിൽ US സൈന്യം തമ്പടിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് നിരവധി വെനൻസുലൻ ബോട്ടുകൾ US സേന ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. USൻ്റെ നടപടിയിൽ വെനൻസുല പക്ഷേ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു റാലിയെ അഭിസംബോധന ചെയ്യവേ പോരാളികളാവാൻ നിക്കോളാസ് മഡുറോ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വെനൻസുലയിലും ലാറ്റിൻ അമേരിക്കയിലും നടത്തുന്ന ഇടപെടൽ അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് USനോട് ആവശ്യപ്പെട്ടു. വെനൻസുലയിലും ലാറ്റിൻ അമേരിക്കയിലും ആഭ്യന്തര കാര്യങ്ങളിൽ നിയമവിരുദ്ധമായി ഇടപെടുന്നത് അവസാനിപ്പിക്കാൻ US സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഭരണമാറ്റങ്ങളുടെയും അട്ടിമറികളുടെയും അധിനിവേശങ്ങളുടെയും നയം US ഉപേക്ഷിക്കുക, ബഹുജന റാലിയിൽ മഡുറോ പറഞ്ഞു. വെനൻസുല ഭരണാധികാരികളും ധീരരുമായ ജനതയുടേതാണ്. ഒരിക്കലും ഒരു സാമ്രാജ്യത്തിൻ്റെയും കോളനിയാകില്ല. വെനൻസുലൻ മണ്ണിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ല. ലോകം വെനൻസുലയെ പിന്തുണയ്ക്കുന്നു. വെനൻസുലൻ ജനത രാജ്യത്തിൻ്റെ സമാധാനവും സ്ഥിരതയും വികസനവും ഉറപ്പാക്കും. ആവശ്യമെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പല്ലടിച്ചു കൊഴിക്കാൻ വെനൻസുല തയ്യാറാണെന്നും മഡുറോ പറഞ്ഞു.